God's blessed name. Praise God for the blessed time. പ്രത്യാശയുടെ ഗാനങ്ങൾ പാടുവാനും പുതിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാനൊക്കെ ദൈവമോടുള്ള അവസരങ്ങളെ ഓർത്തായിട്ട് സ്തുതിക്കാം. Such lift hands and praise God for the good opportunity that God has given us to listen to good songs of hope and to listen to testimonies of some new members as well. അല്പസമയം ദൈവദിനാധ്യാനത്തിനായി ദാനിയേൽ പ്രവചനം അതിന്റെ 7-ാം അധ്യായം, The Book of Daniel, chapter 7, verse 10. ഒരു അഗ്നികത്തി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായസ്ഥാന സഭയിരുന്നു, പുസ്തകങ്ങൾ തുറന്നു. കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to God's blessed name. ദാനിയേൽ പ്രവചനം സ്തോത്രം 1 മുതൽ 6 വരെ ചരിത്രങ്ങളും 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവചനീയ വിഷയങ്ങളുമാണ്. When we read the book of Daniel, from chapter 1 to chapter 6, it is about history, what has already happened. And from chapter 7 to 12, it is about things that are going to be happening in the future. ദാനിയേൽ പ്രവചനത്തിൽ ദൈവത്തിന് മഹത്വം. സ്തോത്രമായ 7 മുതലുള്ള അധ്യായങ്ങളിൽ സ്തോത്ര ദൈവങ്ങളുടെ ഭാവി പ്രത്യാശയെ തകർക്കുന്നതാണ്. And when we read from chapter 7 onwards, it signifies our future hope, the hope that we have. ദാനിയേൽ ഒരു ദർശനമുള്ള വ്യക്തിയായിരുന്നു നമുക്കറിയാം. We know that Daniel was a man of visions. ദാനിയേൽ കേവലം ദർശനം കണ്ടു പോകുന്ന ഒരു വ്യക്തി മാത്രമല്ല. And he was not only a man who used to see visions. ദാനിയേൽ പുസ്തകം പഠിക്കുന്ന ആളായിരുന്നു. He was also a man who used to search through books. ദർശനം മാത്രം കൊണ്ട് പോകുന്ന വ്യക്തിയല്ല, അങ്ങനെ തന്നെയുള്ള പുസ്തകങ്ങളെ പഠിക്കുന്ന വ്യക്തിയായിരുന്നു. And then he was not just a man of vision, but he also read or searched from the Word of God. ചരിത്രം നന്നായിട്ട് ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. And when we read the book of Daniel, we can see history very clearly written down. തന്റെ ദർശനങ്ങളും ചരിത്രങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. And there is a great connection between his vision and history. ദർശനങ്ങൾ വെളിപ്പാടുകൾ വളരെ അഗാധമായ വെളിപ്പാടുകൾ കണ്ട വ്യക്തിയാണ് ദാനിയേൽ. And he was the one who saw deep visions or revelations. പഴയ നിയമത്തിലെ ഭക്തനായ മനുഷ്യനായിരുന്നു. And he was a man of God, a very fervent man of God. ദാനിയേലിനെ കുറിച്ച് പൊതുവിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു വിശ്വസ്തനായിരുന്നു, അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നു എന്നൊക്കെ നമുക്ക് വേദപുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. When we read the Word of God, we know that in general Daniel was a faithful man, he was a prayerful man, he was a man of God. അപ്പോൾ തന്നെ ദൈവീക വെളിപ്പാടുകൾ ഒരു ടൈംടേബിൾ പോലെ വിലയും പോലെ കാണുന്ന വ്യക്തിയുമായി. And at the same time, he also used to see visions, and in his visions he used to see things that are going to happen. ഇവിടെ വരാൻ പോകുന്ന സംഭവം ദാനിയേൽ അത്ര പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ദാനിയേൽ പ്രവചനം വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. And those who have read the book of Daniel, they would understand that Daniel was a very prayerful man. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് 7-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 10-ാം വാക്യത്തിലെ ഒരു വാക്യമാണ് ഞാൻ ഇവിടെ ഓർമ്മിച്ചത്. And while he was praying, he got a vision which is written in chapter 7. അത് വളരെ ഒരു വലിയ ആത്മീയമായ നമ്മൾ മാസങ്ങളോടെ ചിന്തിക്കേണ്ട ഒരു വലിയ ആത്മീയമായ നമ്മുടെ ഭാവി പ്രത്യാശ വിഷയമാണ് 7-ാം അധ്യായം. And when we read chapter 7, that itself is a very deeper subject that we have to take hours and hours together to meditate on it. എന്നാൽ ഈ അല്പസമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ മാത്രം, അതിനകത്ത് 1-2 കാര്യം മാത്രം ഓർമ്മിച്ച് നമ്മുടെ പ്രത്യാശയെ ഉണർത്തി നമ്മളെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. And however, the limited time that we have, we would like to remind a couple of things from this chapter that would arouse the hope that we have. 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഒരു അഗ്നി നദി അവരുടെ മുമ്പിൽ ഒഴുകിയെന്നാണ് എഴുതിയിരിക്കുന്നത്. And verse 10 we read, and a river of fire was pouring out. നമുക്ക് ദാനിയേൽ കാണുന്നത് ദൈവത്തിന്റെ മുമ്പിലൂടെ ഒരു അഗ്നി നദി ഒഴുകുകയാണ്. And here Daniel sees in his vision that a river of fire was coming forth before the Lord. ഈ അഗ്നി നദി പല ദേവദാസന്മാർ കണ്ടിട്ടുണ്ട്. അഗ്നി നദി പല ദേവദാസന്മാർ കണ്ടിട്ടുണ്ട് വിശുദ്ധ തിരുവെഴുത്തിൽ. And in the Word of God, several men of God have seen this vision of the river of fire. ദൈവത്തെ കണ്ടപ്പോൾ അവരെ തിരികെ തുല്യമായ പഴയ നിയമ വിശുദ്ധന്മാർ മോശ കണ്ടു, പുതിയ നിയമത്തിൽ യോഹന്നാൻ കാണുന്നു. ഇങ്ങനെ ഇവരൊക്കെ കാണുമ്പോൾ ഒരു അഗ്നി നദി കാണുകയാണ്. In the Old Testament, Moses has seen, the New Testament, John has seen, that they have seen these visions concerning the river of fire. അങ്ങനെ വഴി പോകുന്ന അവസരത്തിൽ 1000 പേർ വന്ന് യേശുവിനെ ശുശ്രൂഷ ചെയ്തത് ദാനിയേൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
And when this river of fire was flowing, Daniel is seeing that millions of angels are ministering and are standing before Lord Jesus. പതിനായിരം പേര് അവന്റെ മുമ്പാകെ നിൽക്കുന്നതായിട്ട് കാണുക. Thousands and thousands of angels he saw in his vision, they were standing before the Lord. ഒരു ഭയങ്കര വെളിപ്പാടാണ്. And that is a great vision. നിങ്ങൾ ആ വാക്യം 10-ാം വാക്യം നോക്കൂ. ആയിരം പേര് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And then we can see that millions of angels, thousands and thousands of angels are ministering unto the Lord. 10,000 പേര് അവന്റെ മുമ്പാകെ വന്ന് നിൽക്കുകയാണ്. And 10,000 times 10,000 angels are standing before him. അങ്ങനെ വെളിപ്പാടിനെ പോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കണ്ട ഒരു സംഭവമാണ് ഞാൻ ഇവിടെ ഓർപ്പിക്കുന്നത്. And when Daniel was seeing this vision, as though seeing a movie, as though seeing a film, these are the things that he saw in it. അപ്പോൾ അവിടെ കണ്ട ഒരു ദർശനമാണ് ന്യായവിസ്താര സഭയിരുന്നു പുസ്തകങ്ങൾ തുറന്നു. And there he saw, during the vision, he saw this very specifically, that the court began its session and the books were opened. ഒന്നുകൂടെ പറയുന്നു, ന്യായവിസ്താര സഭയിരുന്നു പുസ്തകങ്ങൾ തുറന്നു. The judgment was set and the books were opened. സ്വർഗത്തിൽ പുസ്തകങ്ങളുണ്ട്. So we know there are books in heaven. എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many of you are happy for that? ഇവിടെ മാത്രമല്ല പുസ്തകം, സ്വർഗത്തിലും പുസ്തകമുണ്ട്. Not only here, but even in heaven we have books. ആ പ്രത്യാശയുള്ള കൈകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. If you have that hope, just lift your hands and praise the Lord. പുസ്തകമുണ്ട്. That there are books in heaven. വിശുദ്ധ തിരുവെഴുത്തിൽ ഞാൻ ചുരുക്കി പറയാം, 5 പുസ്തകങ്ങളും 10 ന്യായവിധികളുമാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. And the word of God, we read there are 5 books and 10 laws that we can see. നിങ്ങൾ കേൾക്കുമ്പോൾ പേടിക്കേണ്ട, ഇതൊന്നും ഇന്ന് പ്രസംഗിക്കത്തില്ല. And we're not going to say anything from it today. ഞാനൊരു അപ്ഡേറ്റ് പറഞ്ഞതേ ഉള്ളൂ. And it's just an outline that we gave you. 5 പുസ്തകങ്ങളും 10 ന്യായവിധികളും നടക്കുന്ന സംഭവമുണ്ട്. And there are 5 books and 10 laws. ഇതൊക്കെ സംസാരിച്ച് പഠിപ്പിച്ച് വരണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും. And if we have to learn in detail about it, it will take ages and ages. നിങ്ങൾ അവധിയൊക്കെ എടുക്കുമ്പോൾ തീർന്നെങ്കിൽ ഇത് കേൾക്കാനും പഠിക്കാനും പറ്റുള്ളൂ. Only if you take holiday from your work and you come and sit here, only then you can learn from it. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിക്കാം. If you're happy, just praise God. അതുകൊണ്ട് ഇന്നേ വകയിൽ നമ്മൾ കവിവാലയത്തിൽ ഇപ്പോൾ നമ്മുടെ സമയത്തിനുള്ളിൽ പറയാൻ പോകുകയാണ്. That is why we will just give you a very brief idea about these. ഈ 5 പുസ്തകങ്ങൾ പോയി ഒരു പുസ്തകം പോലും നല്ലപോലെ പറയാനുള്ള സമയമില്ല. And we don't have the time even to talk about even about one book. എങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, ഒന്ന് രണ്ട് കാര്യങ്ങൾ തൊട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. We would like to say a couple of things today. ഞാൻ ഈ ചെറുപ്പം മുതലേ ഇങ്ങനെ ആത്മീയ കൂട്ടായ്മയിൽ വളർന്നു വന്നതുകൊണ്ട് Pastor says that because he was born and brought up in a faith home. ഇങ്ങനെ ന്യായവിധി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. Pastor says that when people used to say about judgment, when he used to hear about judgment, he was quite frightened and scared. കുട്ടികളായിരിക്കുമ്പോൾ കാരണം ന്യായവിധി എന്ന് പറയുമ്പോൾ എന്റെ ചിന്ത അന്നത്തെ സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിച്ചു തന്നത്. And during his Sunday school times, this was what was taught to him. എന്റെ ടീച്ചറെ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. And his teacher told him. എല്ലാവരും സ്വർഗത്തിലോട്ട് കയറി ചെല്ലുകയാണ്. And everyone would go to heaven. അങ്ങനെ കുറെ കൂട്ടരെ പിടിച്ച് നരകത്തിലോട്ട് തള്ളിയിടുകയാണ്. And some of them would be separated to be put into hell. കുറെ പേരെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. And the others would be taken to heaven. അങ്ങനെ ഞാനിങ്ങനെ കുറെ കാലം ഇങ്ങനെ വിശ്വസിച്ചിരുന്നു. So pastor believed that for quite some time. പിന്നെ ദൈവം പഠിച്ചു വന്നപ്പോഴാ സംഭവം അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ But then കഴിയും. when he learned the word of God, that's when he realized that's not the reality. ന്യായവിധി എന്ന് പറയുമ്പോൾ കൃപയിലേക്ക് വന്ന രക്ഷിക്കപ്പെട്ട കൃപയിലേക്ക് വന്ന ദൈവമക്കൾക്ക് ന്യായവിധി എന്ന് പറയുന്നത് ന്യായമായ പ്രതിഫലം തരുന്നതിനാണ് ന്യായവിധി എന്ന് പറയുന്നത്. And those men and women of God who have believed Lord Jesus, who have lived a holy life, for them this judgment means that they shall be judged according to the works that they have done, and they shall be given rewards accordingly. ദുഷ്ടന്മാർക്ക് കൊടുക്കുന്നതല്ല നമുക്ക് തരുന്നത്. And we will not be given what God has kept separated for the wicked people. നമുക്ക് ന്യായമായിട്ടുള്ളത്, ന്യായം പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ഇരുന്നപ്പോൾ ചെയ്തതിന് കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. So basically, when we live in this world, whatever we are doing has been properly recorded in heaven. അതിന്റെ ഒരു പൗലോസിനെ അതിന് വെളിപ്പെട്ടപ്പോൾ പൗലോസിന്റെ വാക്യം നമ്മളോട് ഓർപ്പിച്ചിട്ടുണ്ട്. And concerning this, Paul says, 2 കൊരിന്ത്യർ എല്ലാവരും കാണാതെ പറയേണ്ടതാണ്. 2 കൊരിന്ത്യർ chapter 5:10 പുസ്തകം എടുക്കാതെ ഇപ്പോൾ കാണാതെ നമ്മൾ പറയാൻ കഴിയും. how many people can say that verse by heart? 2 Corinthians chapter 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, That when we live in this world, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ say with us that when we live in this world, ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും and whatever we have done, be it good or evil, അതിന് തക്കവണ്ണം പാലിപ്പാൻ. and we
will receive according to it. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. And for that we must all stand before Christ to be judged. അപ്പോൾ ഈ ന്യായാസനം എന്ന് പറയുന്നത് നമുക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. So this judgment is basically for us to receive rewards from Him. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ 5 പുസ്തകങ്ങളും 10 ന്യായാധിപതികളുമാണ് വിശുദ്ധ തിരുവചനത്തിൽ പ്രധാനമായിട്ട് കാണുന്നത്. And mainly the word of God we have seen there are 5 books and 10 laws. അതിലെ 1-2 ബുക്കിന്റെ സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. And we would like to say give an outline for a couple of books. ഒരു പുസ്തകമാണ് മലാക്കി പ്രവചനം. അതിന്റെ പ്രൈസ് ദി ലോർഡ് നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് വരാം. ഹല്ലേലൂയ. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ ആമേൻ ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Book of Malachi chapter 3 verse 16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന യഹോവ ഭക്തന്മാർക്ക് വേണ്ടി the book of remembrance, ഓർമ്മയുടെ ഒരു പുസ്തകമാണ് സ്വർഗ്ഗത്തിലുള്ള ഒരു പുസ്തകത്തിന്റെ പേര്. And one of the books that is in heaven which is the scroll of remembrance. 5 പുസ്തകങ്ങളിലെ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഞാൻ And this is one of the books among the 5 books that we just said. book of remembrance, ഓർമ്മയുടെ പുസ്തകമാണ്. The book of remembrance. എന്താണ് ഓർമ്മയുള്ളത്? And what will God remember? യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. That men and women of God who have feared the Lord, what they spoke to each other. അപ്പോൾ ഈ മലാക്കി പ്രവചനത്തിൽ ദൈവം എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഇവിടെ കണ്ടു. And we have just read what is written in this book. യഹോവ ഭക്തന്മാർ ദൈവത്തിൽ ഭക്തിയുള്ളവരൊക്കെ നോക്കി സംസാരിച്ചതെല്ലാം എഴുതി വെക്കുന്ന ഒരു പുസ്തകമാണ് സ്മരണയുടെ പുസ്തകം, Book of Remembrance. And the men and women of God who fear God, whatever they have spoken with each other, whatever they have said, has been written down in this book of remembrance. സന്തോഷമുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ സംസാരിച്ചതെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. And whatever we have spoken from the morning till this time, God has already written it in that book. അപ്പോൾ നമ്മുടെ സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ എല്ലാ സംസാരങ്ങളും അതിൽ എഴുതി വെക്കുകയാണ്. And God has kept a record of everything. ദൈവത്തിന്റെ സ്തോത്രം. ഇതാണ് ഓർമ്മയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുന്നത്. And this is the book of remembrance. അപ്പോൾ നമ്മുടെ സംസാരങ്ങളെല്ലാം അതിലുണ്ട്. So whatever we speak, whatever we have spoken has been already recorded. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചതാണ് ദൈവം കേട്ടത്. And God is remembering or listening to the conversation that the men and women of God who fear God when they talk to each other. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ ഓർക്കണം, ഇന്ന് മുതൽ നമുക്കൊരു പ്രതിഷ്ഠയെ തീരുമാനമൊക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. So then from today onwards, let's make that determination or decision in our heart. നമ്മുടെ സംസാരങ്ങളെല്ലാം ദൈവം എഴുതി വെക്കും. Our talkings, God is going to keep a record of all of it. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടൊന്ന് കഴിഞ്ഞാളിനേക്കാൾ ഒന്നുകൂടൊന്ന് വിശുദ്ധിയിലും വിശ്വസ്തതയിലും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഒരുങ്ങാൻ ഇടയായിത്തീരുകയും And so through this verse, let us continue to prepare ourselves and get ourselves ready and sanctify ourselves more these days. അപ്പോൾ നമ്മൾ എന്ത് സംസാരിച്ചാലും പുസ്തകത്തിലുണ്ട്. So whatever we have spoken, it has already been kept a record of. മലാക്കി പ്രവചനത്തിൽ യഹോവന്മാർ ആ കാലഘട്ടത്തിൽ സംസാരിച്ച വലിയൊരു കാഴ്ച അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And in that book, in that chapter, we read what has been recorded. മലാക്കി പ്രവചനത്തിൽ നമ്മൾ വായിച്ചു വന്നാൽ അവരെ ആ കാലഘട്ടങ്ങളിൽ ആ ദൈവത്തോട് സംസാരിച്ച ഓരോ വാക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. And when we read the book of Malachi, we can see what the men and women of God have spoken. അവരുടെ വാക്കുകളിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് സംസാരിച്ച വാക്കുകൾ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം വരെ 4 അധ്യായമാണ് മലാക്കി പ്രവചനത്തിൽ നോക്കിയാൽ ദൈവവും അവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ കാണുന്നത്. So in all the 4 chapters of the book of Malachi, we can see that the conversation between God and Israelites. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ആ ദൈവമക്കൾ പറയാതെ ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. Therefore, let each word that we utter from our mouth be filled with grace and may be tasted with salt. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ ദൈവത്തിന് സ്തോത്രം നമ്മൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുള്ള വാക്കുകളാണ്. Let our words always edify each other. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത് ആ പുസ്തകത്തിൽ ആ ദൈവമക്കളുടെ സകല സംസാരങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. In that book, as we read, everything that we speak with each other has been written down. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ ഓർത്ത് വെക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആ സംസാരങ്ങൾ ദൈവത്തിനെ സ്തുതി കൊടുക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതാണ് കൂടുതലെങ്കിൽ അതാണ് കൂടുതൽ റെക്കോർഡ് ചെയ്യുന്നത്. So if most of our time, or if
during our entire day, we have spent that constantly praising and thanking God and worshiping God, then that would be recorded in that book. പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ സ്നേഹിതർ ഒരിക്കൽ ഞാൻ സ്തോത്രം ഒരു സിറ്റിയിൽ വെച്ച് ഫ്രണ്ട്സ് വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുവാനിടയായി. Many years back, two friends, they met each other in the city. അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷമാണ് അവർ കണ്ടുമുട്ടിയത്. And they met each other after a very long time. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായി. So they had a lot of things to talk about. പറഞ്ഞു മണിക്കൂറുകൾ ഒത്തിരി കഴിഞ്ഞു. And they spent long hours talking to each other. അവസാനം നിർത്താൻ വരുന്നില്ല, കൺക്ലൂഷൻ വരുന്നില്ല. And they are not able to conclude the topic. അപ്പോൾ വണ്ടി വരുന്ന സമയമായി, ബസ്സിൽ പോകുന്ന സമയമായി. So it was already time for them to board the bus. അപ്പോൾ ബാക്കി പറഞ്ഞു നിർത്താനുള്ള സമയം ഇനിയും സമയം വേണം. So they actually wanted more time to talk. അവസരത്തിൽ പറയുകയാണ് ഇനി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. So one of the friends said that I have so many other things to talk to ഇനി you. നമ്മൾ എന്തെങ്കിലും ഭൂമിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ So whenever we meet next time, ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. we will talk about the remaining things. ഞാൻ പറഞ്ഞത് നമ്മുടെ വാക്കുകളെല്ലാം കുറിച്ച് വെച്ചിരിക്കുക. So whatever we speak, God has already kept a record of it. അപ്പോൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ നമ്മുടെ വാക്കുകളുണ്ട്. So in that book of remembrance, God has marked or recorded our words. നമ്മുടെ വാക്കുകൾ ദൈവത്തിന് മഹത്വകരമായ വാക്കുകളാക്കുവാൻ ദൈവം നമ്മെ പ്രസാദിക്കുവാനിടയാണ്. Every word that we utter from our mouth, let it give glory to the Lord, and that shall please our God. Praise the Lord. Hallelujah. എന്നതിൽ സന്തോഷമുണ്ട്. And we are happy for that. കർത്താവേ, ജീവിതത്തിൽ ഈ ശേഷിക്കുന്ന സമയങ്ങൾ എൻ്റെ വാക്കുകളിൽ കൃപയുടെ വാക്കുകളായിരിക്കും. Lord, whatever years are left in my lifetime, let my words be filled with praise. Praise the Lord. Hallelujah. നമുക്ക് ഈ ഓർമ്മയുടെ പുസ്തകത്തിലുള്ള വേറെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? And what else can we see in this book of ഈ remembrance? ഓർമ്മയുടെ പുസ്തകത്തിൽ ദൈവം എഴുതുന്ന മറ്റൊരു കാര്യമുണ്ട്. There's another thing that God keeps a record of. ഈയോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. Let's come to the book of Job. അതിന്റെ 13-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിക്കാം. Chapter 13, verse 27. യോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. എന്റെ കാൽ നീ ആമത്തിലിട്ടു, എന്റെ നടപ്പൊക്കെ കുറിച്ചു വെക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഭക്തനായ യോബ് പറയാണ്, എന്റെ കാൽ നീ ആമത്തിലിട്ടു. And here Job says that you put my feet in stalls. എന്റെ നടപ്പൊക്കെ നീ കുറിച്ചു വെക്കുന്നു. You examine all my paths. എത്ര പേര് നമ്മൾ ഈ ദൈവവചനം വളരെ ആഴമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്? I'm going to pay attention to the word of God. ഒന്നാമത് നമ്മൾ ശ്രദ്ധിച്ചത് റിമംബറൻസ്, ഓർമ്മയുടെ പുസ്തകത്തിൽ ദൈവം നമ്മുടെ സംസാരം. First of all, we meditated that in the book of remembrance, God shall write down, put down our words. ഓരോ ബുക്കിനും ഓരോ പ്രത്യേകതയുണ്ട്. And each book has got a different speciality. രണ്ടാമത് നമ്മുടെ സംസാരം മാത്രമല്ല, നമ്മുടെ കാല് കൊണ്ട് നടന്നു പോകുന്ന നമ്മുടെ നടപ്പ് ദൈവം കുറിച്ച് വയ്ക്കുക. And secondly, not only our words, but He shall also examine all our paths. ദൈവത്തെ സ്ഥാപനം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവിന് വേണ്ടി ഓടുന്നത്, പ്രവർത്തിക്കുന്നത്, സൂക്ഷിക്കുന്നത്, യോഗത്തിന് പോയത്, വന്നത്, കോട്ടേജ് മീറ്റിംഗ് ഇരുന്നത്, സ്വന്തം ചെയ്യുക. And whatever we have done for the Lord, whatever we have worked for the Lord, we come for the meeting, we sit for the meeting, everything has been recorded. നമ്മളെ മീറ്റിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ കോട്ടേജ് മീറ്റിംഗിൽ സൂമിൽ ഇരുന്നതൊക്കെ എല്ലാം കുറിച്ച് വെച്ചിരിക്കുക. And if we have that continuous to scriptures and praise God that whatever we have done, whatever that we come for the meetings, we attend the Zoom meetings, everything has been recorded by us. അത്യാവശ്യം ഉറക്കെ സ്വന്തം ചെയ്താൽ We have that whole just praise God. എല്ലാവരും ഇത് ദൈവത്തിന്റെ വചനമാണ് ഞാൻ പറയുന്നത്. And we talking from the word of God. നമ്മളെല്ലാം വീഡിയോ ഓൺ ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. And God has already seen, witnessed everything that we do during the Zoom meetings. Praise the Lord. Hallelujah. കാര്യങ്ങൾ ദൈവത്തെ ശ്രദ്ധിക്കാം. Lift your hands and praise God. Praise the Lord. നിങ്ങൾ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. Lift your hands and praise God. സൂം മീറ്റിംഗിൽ നമ്മൾ വീഡിയോ എല്ലാം ഓൺ ചെയ്ത 1.5 മണിക്കൂർ 2 മണിക്കൂർ ശ്രദ്ധയോടെ സാന്നിധ്യത്തിൽ ഇരുന്നതെല്ലാം കർത്താവ് കണ്ട് അവിടെ എഴുതുക. And whatever we do during the Zoom meetings, that we pay attention, we concentrate on the word of God. Everything has been recorded in His book. ഞാൻ സൂക്ഷിക്കുന്ന നിങ്ങൾ കേൾക്കുന്ന ഇതെല്ലാം ഇപ്പോൾ റെക്കോർഡായിക്കൊണ്ടിരിക്കുക. Pastor's ministry, we are listening to it intently. Everything is being recorded. അല്ലാതെ നമ്മുടെ പ്രേക്ഷകരുടെ റെക്കോർഡ് നടന്നുകൊണ്ടിരിക്കുക. On human terms as well, we know that it's being recorded. പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് ഈ തുലാം ഈ സ്തോത്രം ഭൂമിയും ഈ ഉത്തരങ്ങളൊക്കെ ഉത്തരം പറയുന്ന ദിവസമെന്ന് ഹബക്കൂക്ക് പ്രവാചകൻ പറയുക. And Prophet Habakkuk says that there will be a time is coming when the earth, the ground, everything would testify against us. ദൈവം പറയുന്ന ആത്മവിശ്വാസമുള്ള കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. And if you really believe that, just ആരാധന ദൈവത്തെ സ്തുതിച്ചാട്ടെ. lift your hands and praise
recorded this ground, the sky above, everything has recorded it. നമ്മുടെ യോഗത്തിന് വന്നത്, വണ്ടി പിടിച്ച് വന്നത്, അനേകരെ യോഗത്തിന് കൊണ്ടുവിട്ടത്, അനേകരെ സഹായിച്ചത്, അനേകരെ ഹെൽപ്പ് ചെയ്തത്, അധ്വാനം ചെയ്തത്, എത്ര സ്വതന്ത്രം. അനേകരെ യോഗത്തിന് വരാൻ വേണ്ടി ഉത്സാഹിപ്പിച്ചത്, അനേകരെ യോഗത്തിന് വരണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവരെ കർത്താവിലേക്ക് ഉത്സാഹിപ്പിച്ച് അവരെ പോയി കൊണ്ടുവരികയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ പാസ്റ്ററല്ല, ചീഫ് പാസ്റ്ററല്ല, ഓർസറല്ല, ബിഷപ്പല്ല, ദൈവം തന്നെ ദൈവത്തിന്റെ കൈ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. And whatever we have done for the Lord, we have brought people into the service, we have done so many help to others, everything, whatever we have done for the Lord, everything has been recorded by God already. ഒരു സംഘടനയും ശുശ്രൂഷകരല്ല, ചീഫ് പാസ്റ്ററല്ല, ബിഷപ്പല്ല, ഓർസറല്ല, ആരുമല്ല, ദൈവം തന്നെ കുറിച്ച് വെക്കുന്നത് ഓർത്ത് ആ പ്രാഗൽഭ്യമുള്ളവരെല്ലാം കാലങ്ങളടിച്ച് പകർത്താൻ ദൈവത്തിന്റെ സൂചിച്ചാണ് ദൈവം തന്നെ നമ്മളെ എഴുതി വെച്ചിരിക്കുക. And if you believe that no organization, no head of the organization is going to record it, it is God Himself who is going to record everything that we have. നമുക്കൊരു ഗ്യാരണ്ടിയുണ്ട്, എല്ലാവർക്കും ഒരു ഗ്യാരണ്ടിയുണ്ട്, ഉത്തരവാദിത്വം ഒരുവരും ഉണ്ടെന്ന് ഉറപ്പുള്ളവരെല്ലാം ഒന്ന് ദൈവത്തെ സ്തുതിച്ച് I ആരാധിക്കണം. believe that God owns നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുത്ത് കരങ്ങൾ അടിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്നെ കുറിച്ച് ഗ്യാരണ്ടി ഉള്ളവനെ ആരാധിക്കുന്നത് അവരുടെ സംഭവിക്കുകയില്ല. ഈ കർത്താവിന് വേണ്ടി ഓടിയപ്പോൾ നിങ്ങൾ സഹിച്ചതും പലതും കേട്ടതും ഹൃദയത്തിൽ ദുഃഖമുള്ളതും ഇതെല്ലാം അതിന്റെ പ്രതിഫലം തരാം എഴുതി വെക്കുന്ന ഹൃദയമുണ്ട്. സന്തോഷിച്ചത് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഞങ്ങളെയൊക്കെ ശുശ്രൂഷ ഇത്രയൊക്കെ പിടിച്ചു നിർത്തിയതിന്റെ കാരണം എഴുതി വെക്കുന്ന ഒരു ദൈവമുള്ള ഓർത്ത ഇന്നും ഇവിടെ നിൽക്കുന്നത് അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ, അത് പലപ്പോഴും ശുശ്രൂഷയിൽ ക്ഷീണം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, തളർന്നു പോകുമ്പോൾ ഞങ്ങളെയൊക്കെ പിടിച്ചു നിർത്തുന്നത്, നിങ്ങളെയൊക്കെ പിടിച്ചു നിർത്തുന്നത്, പിന്നെ ഓടുവാൻ ശക്തീകരിക്കുന്നത് ഒരു സ്വർഗ്ഗമുള്ള ഓർത്ത് നിങ്ങളുടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഏതൊരു സഹോദരനും ഇവിടെയെല്ലാം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. We desire to actually wait here and preach more from it. അപ്പോൾ നമുക്ക് നമ്മുടെ സംസാരം ദൈവം എഴുതി വെക്കുകയാണ്. So we have understood that God would keep record of every word that we speak. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ യഹൂദന്മാർ പലതും പറഞ്ഞിട്ട് പകരം ശകാരിക്കാതെ. And that is why Jewish people said several things to Jesus, but then He did not respond accordingly to them. ന്യായമായിട്ടുള്ള കാര്യമായിട്ട് കർത്താവ് ഉണ്ടായിരുന്നു. And because He listened to everything that they said. ആ പകരം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാൻ He പോയി. did not give evil in place of evil. ആ പകരം ശകാരിക്കാൻ പോയില്ല. And He did not respond bitterly to them. എന്തെങ്കിലുമൊക്കെ പറയുന്ന കർത്താവ് യേശുവിലേക്ക് ഒഴിഞ്ഞിങ്ങനെ മാറുന്നതായിട്ട് കാണാൻ കഴിയും. And we can see that when Jewish people used to tell them something, He used to just ignore them. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വന്ന് ശിഷ്യന്മാരോട് വന്ന് അവരോട് സന്തോഷിക്കുന്നവരാണ്. And He would come back to His disciples and spend good time with ആ them. യേശുവിന്റെ കാലം നടത്തുന്ന അനുഭവമാണ്. And already we have seen that. അവരുടെ കാര്യങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറും, പിന്നെ ശിഷ്യന്മാരുമായി സന്തോഷിക്കുന്നവരാണ്. And when he faced problems, he used to go away, step out of that situation, but then he would come back and be with his disciples. ഓർമ്മയുടെ പുസ്തകത്തിൽ രണ്ട് കാര്യം ഞാൻ അർപ്പിച്ചു. മൂന്നാമത് ഞാൻ അർപ്പിക്കുകയാണ്. ഒന്നിശ്വരയിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് ശമൂവേൽ 15:2 ദൈവത്തിന്റെ സ്തോത്രം. ഒന്നിശ്വരയിൽ 15 രണ്ടാമത്തെ വാക്യം വായിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ചു. അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. കുറിച്ചു വെച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് വാഗ്ദത്തങ്ങളിലേക്ക് പോവുകയാണ്. And we know the Israelites are traveling to the promised land. അപ്പോൾ അമാലേക്ക് ശക്തി പലപ്പോഴും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട്. So these powers of Amalek used to constantly torture Israelites. ഇസ്രായേൽ മക്കൾ ആ വഴി പോകുമ്പോൾ യാതൊരു റീസണും ഇല്ലാതെ അമാലേക്കിനെ ആക്രമിക്കുന്നു. And these powers of Amalek used to torture them without any reason. അമാലേക്കിന്റെ ഒരു വലിയ ഹിസ്റ്ററി തന്നെ നമുക്ക് തിയോളജിക്കലി പഠിക്കാൻ കഴിയും. When we study theology, there's a deeper history for Amalekites. യാതൊരു റീസണും ഇല്ലാതാണ് ദൈവത്തിന്റെ സ്തോത്രം അമാലേക്കിൽ ഇസ്രായേൽ ജനത്തെ ആക്രമിച്ചത്. And without any solid reason, they used to constantly torture Israelites. ചെയ്ത കാര്യം അവരെ ആക്രമിച്ചത് അറ്റാക്ക് ചെയ്ത് ദൈവം എഴുതി വെച്ചിരിക്കുക.
that a lot of heaven's armies, he kept account, he remembered everything that the nation of Amalek had done to Israel. And Pastor says that certainly during his ministry, he has been attacked by other forces. And once apparently a man held on to Pastor's collar and tried to threaten him. And on different occasions he was being pushed away. And during public meetings that Pastor has conducted, he was being attacked by these people. Even on those occasions, God delivered him. But the pastor says that he knows one thing for sure, that that person who actually tortured Pastor was and here in verse 2 we read that our God is a God who would keep account of what your enemy would have done to you. So whatever your enemy has done to you, God has already kept a record of it. Whatever you have suffered in the name of the Lord, be it humiliation, be dishonor, whatever it is, God shall and many times we are ready to bear it in the name of the Lord. But then we know there is a God who shall keep record of everything. Publicly, be it secretly, God is already keeping a record of everything. God has kept a record of everything. Because everything that happens in my life shall be turned into something good. And then there's another thing that is written in the book of Remembrance. And we talked about a couple of things. First of all, in the book of Remembrance, God shall mark all our words. Secondly, he shall keep a record of the way we walked. And thirdly, whatever the devil does against you, be it in your workplace, in your family, or wherever it is, God shall keep a record of it. Psalms chapter 56 verse 8. He's a God who will keep track of all our sorrows. And he has recorded all our tears that we have shed. ഈ വാക്യം വായിച്ചപ്പോൾ കരയുന്നവർക്ക് പ്രത്യാശയുണ്ട്. Will have that hope. ചില വിഷയങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ
കണ്ണുനീർ ഓർമ്മയുടെ പുസ്തകത്തിലുണ്ട്. You have been praying for something in your life, God has kept a record of it. നന്മ ചെയ്യുമ്പോൾ അറിയാത്ത തിന്മ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക, ഇതെല്ലാം ഓർമ്മയുടെ പുസ്തകത്തിലുണ്ട്. When you constantly do good and something evil happens to your life, you need to continue to persevere because God is going to work for you. അപ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട്, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർമ്മയുടെ പുസ്തകത്തിലുണ്ട്. So we know that whatever we pray for, God has kept a record of it. ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ ദിവസം ഇരുന്നപ്പോൾ പോലെ എഴുന്നേറ്റപ്പോഴേ ഒട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചത്, ഘോഷിച്ചത്, ആരാധിച്ചത്, പ്രാർത്ഥിച്ചത്, കരഞ്ഞത്, സ്വതന്ത്രം കണ്ണുനീരുന്ന ദൈവമക്കൾ ഓർക്കുക. ഇതിന്റെ കരച്ചിലെല്ലാം ഈ പുസ്തകത്തിൽ ദൈവം കൃത്യമായി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു ദിവസം അതിനൊരു മറുപടിയും In God's presence, we fasting, we praying, we worshiping God. God has kept a record of everything, and He shall reward you accordingly. അപ്പോൾ നമ്മുടെ കണ്ണുനീർ വൃഥാവല്ല. ഇതെല്ലാം ആ കരച്ചിലെല്ലാം നമുക്ക് മറുപടിയായിട്ട് അനുഗ്രഹമായിട്ട് വരും. So your tears are not in vain, that shall turn to be a blessing in your life. ഏതെല്ലാം വിഷയത്തിന് എത്ര സമയം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം കറക്റ്റായിട്ട് ആ കണ്ണുനീർ നമുക്ക് അനുഗ്രഹമായിട്ട് വരും. Whatever you pray for, be it for anything, God shall surely reward you for that. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും കുറഞ്ഞു പോകരുത്. But may our prayers never be reduced. നമ്മുടെ കണ്ണുനീർ നമുക്ക് ഒരു അനുഗ്രഹമാണ്. Our tears are definitely a blessing for us. ദാനിയേൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി. And we know that Daniel was a prayerful man. അവൻ 3 നേരം പ്രാർത്ഥിക്കുന്ന He മനുഷ്യനായി. used to pray 3 times a day. അവന്റെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. And all his prayers reached unto heaven. അതുകൊണ്ടാണ് ദൈവം ഇത്രയും വലിയ റെക്കോർഡുകൾ അവന് വെളിപ്പെടുത്തി കൊടുത്തത്. That is why God revealed these great visions to him. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്ത് യെരൂശലേമിന്റെ നേരെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവം അതെല്ലാം റെക്കോർഡാക്കി എഴുതി കൊടുത്തു. And he used to pray 3 times a day facing Jerusalem, and that is why God kept a record of everything and revealed these things to him. അതുകൊണ്ട് അവൻ മൂവരിൽ വിശിഷ്ടനായി വിളങ്ങി. That is why he was a dignified person. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർക്കണം, അവൻ ഓർമ്മയുടെ പുസ്തകത്തിൽ നമ്മുടെ പ്രാർത്ഥനയുണ്ട്. So you who pray constantly remember that God has kept a record. ഈ ആഴ്ച വിഷയങ്ങൾക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിച്ചു. And you would have prayed for 7 things. എല്ലാ വിഷയങ്ങളും അവർക്ക് കണ്ണീർ ഓർത്തു. And you would have shed tears for them. ദൈവത്തിന് നമുക്ക് പറയാനുള്ളത്. This is what God wants to ആ teach മറിയ you. പറഞ്ഞതുപോലെ മറിയ ഒരിക്കൽ ദൂതനോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. Just as Mary said once that I am my Lord's servant, let it happen according to His will. കണ്ണീരോടെ ദൈവസന്നിധിയിൽ വിതയ്ക്കുന്ന ഒരു ദൈവവൈദ്യൻ ദൈവങ്ങൾ പറയാം. ഇതുപോലെ കണ്ണീരോടെ വിതയ്ക്കുന്നവർ 126 സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എത്ര ഓർമ്മയുണ്ട്? കണ്ണീർ ചിലർ പറയുന്നത് വാദമെന്ന് പറഞ്ഞാട്ടെ. കണ്ണീരോട് വിതയ്ക്കുന്നവർ ചിലരൊക്കെ വാദം പറയുന്നതാണ് എന്ന് പറയാം. ഒറ്റ സഭയിൽ പറഞ്ഞാട്ടെ, കണ്ണീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ദൈവത്തിന്റെ സ്തോത്രം. You will sow tears, tears, and shall reap. ഈ സഹായങ്ങൾ
as we have a few more moments, is there anyone here that desires to be prayed for? You see, when the meeting finishes, it's not necessary for it to end, because God's word wants to be put forth to bless people, to set people free. Are you in turmoil tonight? The sense of at least one person. Turmoil power. If that's you, you can come right now. I'm not going to spend a lot of time praying. I'm going to ask God to touch you tonight and set you free. It's time. If you want to come, you come now. If not, I'll close in prayer. I don't mean to labour this point, but I just sense in my spirit someone is in turmoil. And you feel embarrassed to come and be prayed for. I'm just going to ask you to come. Ask the Lord, touch me, Lord, set me free, Lord. Just stand, keep standing there. Hallelujah. If you want to come now, praise God. You see, the Holy Spirit is here. He loves you because Jesus loves you. And He's come to minister to you. Just believe. Just believe. He'll take it all away. Just believe. Heavenly Father, these your children, they need you right now. The enemy has been at work. Thoughts have been given, Lord, that have caused their hearts to tremble. Circumstances have taken place, causing the enemy to tell them lies. It's time, Lord. This is the evening sacrifice. The lamps are alight. The darkness is gone. Jesus is here. I'm just going to lay my hand gently upon you. I want you to receive a blessing in Jesus' name. Do not fear, for it's the Lord Himself. In the name of Jesus. In the name of Jesus. In the name of Jesus. Come against this turmoil in your heart and mind. Jesus sets you free right now. In the name of Jesus. Spirit of God, come upon your servant right now. Lord, give him life. Let the river flow for him right now. Right into his heart, right into his mind. The cleansing fountain. Setting him free right now, Lord. For the glory of your name. In Jesus' name. In Jesus' name. Hallelujah. Hallelujah. In Jesus' name. He takes all your burdens upon Himself on Calvary. He takes all your pain of heart and mind and sets you free. Child of God, He sets you free right now, for His blood was shed for you. He is alive, and the turmoil will go right now from your heart, and your mind will be free to think what God says and not the enemy declares. In the name of Jesus, brother, receive the sonship blessing. You're a child of God. I put a wall of fire around you right now. The fire of God's love to set you free. In Jesus' name. In Jesus' name. In Jesus' name. In Jesus' name. For the glory of your name right now. Just receive it, brother. Just receive it right now. In the name of Jesus. In the name of Jesus. Hallelujah. Brother, it's been a long time. A long, long time. And you got used to it. You cope with it. But God says you don't need to cope with it anymore. He wants you to know how much He loves you. All it takes is a step, one step. And that healing comes. That breakdown that's coming. That turmoil between you and somebody else.
The Lord wants to heal you. And in that healing comes forgiveness. A sense that you have a real hard job forgiving yourself. But you know what? God has seen everything that you thought and done, and He still loves you. He wants you to know that you've never committed the unforgivable sin. All your sins are taken upon Him in Calvary. Now, Lord, I just pray for Him, filling of your Spirit right now. And all those blockages that my brother has got, I just pray will be swept away by your light right now. I pray right now, Lord, the river will flow, the river of your love and your power reaching your Son right now. He calls you Son. And you're not alone anymore. Walk hand in hand with Him, and your fellowship with others will be sweet, because your fellowship with Him is sweet. You have been forgiven. You have been cleansed. They're under the blood right now. Don't feel guilty anymore, but don't get involved. Walk away and do what God asks you to do in Jesus' name. The blood of Jesus cleanses you right now. Hallelujah. Stay for a while. Heavenly Father, we thank you that you come to bless us. And I pray for my brother right now, Lord, that you're giving your peace. And that peace, Lord, causes him to trust you. And all his needs have been met by you. In his body, in his spirit, in his mind. I bless him in Jesus' name. I impart to you the blessing of Almighty God. I give you what God gives, His love. You are loved. You are loved. And that love is stronger than death. Do not fear the future. Don't even fear tomorrow. For it's today that God has given you of His grace. And tomorrow is in His hands for the glory of His name. Stay. In the name of Jesus. He sings a song of love. That song of love is that He died for you. He is the one who's forgiven you. He is the one who sustains you. He is the one who is your life. His name is Jesus. And He comes even at this moment by the power of His Spirit to touch you in your turmoil of heart and mind. Go from this child of God right now. Let it flow away right now. Let the wind of the Spirit come right now and blow on your child and refresh her and take away the ache in her heart and mind. Cause her tears to be tears of thanksgiving and not of sorrow. Give her a clear understanding of who she is in you, Lord, I pray, for the glory of your name. You shall have the glory, Lord. You shall have the glory. In the name of Jesus of Nazareth. The tomb is empty. He rose again. The plans that God has for you have already been set. And even though you cannot understand at this time, God will reveal to you and show you. God has got something very, very special for you. A very special blessing. But He also understands your frailty. And He understands the turmoil of trying to balance thoughts and understanding the Word of God and the promises of God. And that kind of conflict that comes when you want to stand on the Word of God, but quite the opposite sometimes happens because of what you see and sense in the natural. But let me tell you something. God is still the God of the supernatural. And whatever blockage there is, it's going in Jesus' name. In the mighty, mighty name of Jesus. Men's words are cheap, but God's word never fails. God's word never fails. And He promises you that He's got good things stored for you. And they're not far away. Not far away. Keep moving forward.
by faith and receive by faith. And don't ever listen to anybody who tells you didn't believe enough, you didn't have faith enough, because God knows what He's doing. And He also knows your weaknesses and mine, but He has made provision for it. I believe that God's answer is here right now, in the name of Jesus. In the name of Jesus, we thank you, Lord, that your daughters are here for a blessing. There is an inheritance for them as well, Lord. They're not left out. That was won by you, purchased by you. You know your daughter's needs in every realm of her life. I bless her in Jesus' name. That which you give me, I give her in the name of Jesus Christ of Nazareth. You are to rise up in strength and not be weak anymore. In your physical frame, in your understanding, in your thoughts. Move into that area of great blessing. Move into that area of great blessing. In the name of Jesus. In the name of Jesus. Father, I just pray right now. Please. In the name of Jesus, I pray for the power of God to come down and touch people right now. Lord God Almighty, I thank you, we're here to destroy the works of the evil one. And your blessings upon your children in Jesus' name. There's no need to keep battling in the way that you've done. The battle has been won in a certain area in your life, sister, but you keep going back to it thinking it's there, but it's not. The enemy is telling you lies. The Lord is the one who's won the battle for you in Jesus' name. Amen. Amen. Just going to sit down, you're okay. Hallelujah, hallelujah. Amen. Thank you, beloved. Father, we just ask your blessing upon the whole congregation. It's time, beloved, to receive from heaven. He's the God of the supernatural. Why should we be impoverished? God is here to bless His children. And those not here. Father, we just give you honor and glory and praise. We ask you, Lord, that you will move us forward into new pastures, green pastures, Lord, where the river of life flows as well. We give you thanks in Jesus' name. Amen. And all God's people say,